ഹായ് ഫ്രണ്ട്സ്, മന്ദാരം വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളന്ന് മുളകും തൈ നട്ടതല്ലേ. മുളകും തൈ നട്ടിട്ട് നമ്മൾ വളമൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ. ചാണകപ്പൊടി ചാരം മാത്രം ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളന്ന് മുളക് തൈ നട്ടത്. അപ്പോൾ കുറച്ച് വളം ചെയ്ത് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ള സാധനങ്ങൾ വേപ്പിൻ പിണ്ണാക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ എല്ലുപൊടി ഉണ്ട്. നമ്മളുടെ അടുത്ത് ആകെ 7 തൈകളാണ് അന്ന് നട്ടത്. 3 ഒരു ഗ്രോ ബാഗിലും ബാക്കി ചട്ടിയിലായിട്ടാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള വളം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അതിലേക്ക് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാരം, പിന്നെ കുറച്ച് ഡോളോമേറ്റ്. നമ്മൾ കുമ്മായത്തിന് പകരമായിട്ട് ഉപയോഗിക്കണമല്ലോ. കുമ്മായം ഇട്ട് കുറേ ദിവസമൊക്കെ നിൽക്കണ്ടേ. ഇതാകുമ്പോൾ നമുക്ക് വളത്തിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചാണകപ്പൊടി ഉണ്ട്, ഡോളോമേറ്റ് ഉണ്ട്. ചാണകപ്പൊടി കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചാരം എടുക്കുമ്പോൾ കൂടുതൽ എടുക്കരുത്. ചാരം നമ്മൾ ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അത് ചൂടാണല്ലോ, അപ്പോൾ കുറച്ച്, എന്നാൽ ആവശ്യത്തിന് വേണം, കൂടുതലാവരുതെന്ന് മാത്രം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ മണ്ണ് മിക്സ് ചെയ്ത പോലെ അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ മിക്സ് ചെയ്യണത്. ഇതിലാവുമ്പോൾ ഇത് വായുവട്ടമുള്ള പാത്രമായതുകൊണ്ട് മിക്സ് ചെയ്യാനൊക്കെ നല്ല സുഖമാണ്. അപ്പം ഞാൻ അതിനായിട്ട് എടുത്തു വെച്ചതാണ് ഈ പാത്രം. അതിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് നമ്മൾ ഒരു ചാക്കിലോ പാത്രത്തിലോ എന്തെങ്കിലും മാറ്റിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സൗകര്യത്തിന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള കരിയിലൊക്കെ വാരിയെടുക്കാം. കരിയില ഞാൻ ഇട്ടത് കാണിച്ചിട്ടില്ലായിരുന്നു. അന്ന് ചട്ടി അവിടെ കൊണ്ടുവച്ച സമയത്ത്, ചെടി വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവച്ച സമയത്ത് ഞാൻ കുറച്ച് കരിയില ഇട്ട് കൊടുത്തിരുന്നു മുരട്ട്. അത് മഴ പെയ്യുന്നുണ്ടെങ്കിലും അത്യാവശ്യം വെയിലും ഉണ്ട്. അപ്പോൾ അവർക്ക്, ചെറിയ കുട്ടികളല്ലേ, വാട്ടം വരണ്ടെന്ന് കരുതിയിട്ട് ഇട്ട് കൊടുത്തതാണ്, ഒരു തണുപ്പിന് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവരുടെ മുരടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. മുരട് നേരെ മുരട്ട് പോകരുത്, ചുറ്റുവശത്തൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. മണ്ണൊന്ന് അമർന്നിട്ടൊന്നുമില്ല, എന്നാലും ഒന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി വേരോട്ടത്തിനൊക്കെ വായുസഞ്ചാരമൊക്കെ കിട്ടുമ്പോൾ കുറച്ചുകൂടി സുഖമാവും അവർക്ക്. അപ്പോൾ അത് നമ്മൾ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ വളം ഇട്ട് കൊടുക്കുക. വളം ഇട്ട് കൊടുക്കുമ്പോൾ കൂടുതലൊന്നും വേണ്ട. അപ്പോൾ ഞാനൊരു ചിരട്ടയിലാണ് എടുക്കുന്നത്. ചിരട്ടയിൽ അതിന് ചുറ്റും ഇട്ട് കൊടുത്തിട്ട് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ പിന്നെ ഇലയിലൊന്നും ആവാതെ നോക്കണം. ഇലയിലായിട്ടുണ്ടെങ്കിൽ നമ്മളത് തട്ടിക്കളയണം. കാരണം ചാരമൊക്കെ ഉള്ളതുകൊണ്ട് ചൂടാണ്. അപ്പോൾ വെയിലും കൂടി ഉള്ള സമയം, മഴയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, മഴ പെയ്യുമ്പോൾ അതങ്ങ് പോയിക്കും. മഴയില്ലാത്ത ടൈം ആകുമ്പോൾ അത് ചെടികൾക്ക് ബുദ്ധിമുട്ടാവും, ചെടികളുടെ ഇല കരിയാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ ചട്ടികളിലും, ഒരു ഗ്രോ ബാഗ് ബാക്കി ചട്ടിയാണ്, അപ്പോൾ അതിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾക്ക് മണ്ണിട്ട് കൊടുക്കണം. മണ്ണിട്ട് കൊടുത്താൽ, എന്ത് വളം ചെയ്ത് കൊടുത്താലും അതിൻ്റെ മുകളിൽ അല്പം മണ്ണ് ഇട്ട് കൊടുക്കണം. എന്നാലേ സൂര്യപ്രകാശം നമ്മൾ ഇട്ട് കൊടുത്ത വളത്തിൽ നേരിട്ട് തട്ടാതിരിക്കുള്ളൂ. ഞാൻ ഫസ്റ്റ് ടൈമിൽ നട്ട സമയത്ത് ചാണകപ്പൊടി ചാരവും ചേർത്തിട്ടാണ് നട്ട് കൊടുത്തത്. അപ്പോൾ അന്ന് മിക്സ് ചെയ്ത മണ്ണ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. ആ മണ്ണ് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് സാധാ മണ്ണിട്ട് കൊടുത്താലും മതി, വളമൊന്നും ചേർക്കാത്ത മണ്ണിട്ട് കൊടുത്താലും മതി. എൻ്റെ കയ്യിൽ ഇത് ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതിട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇനി മണ്ണ് മാത്രമാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് ഇടണം എന്നേ ഉള്ളൂ. കട്ടിയിലൊന്നും വേണ്ട, കുറച്ച് ആ വളം കാണാത്ത രീതിയിൽ, സൂര്യപ്രകാശം നേരിട്ട് തട്ടാത്ത രീതിയിൽ കുറച്ച് വളം ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കരിയില ഇട്ട് കൊടുക്കണം. കരിയില ഇട്ട് കൊടുത്ത് ഒന്ന് തണുപ്പിന് വേണ്ടിയിട്ട് ഒക്കെയാണ്. ഇനിയിപ്പോൾ മഴ പെയ്യുകയാണെങ്കിലും മഴ നേരിട്ട് നമ്മളെ മണ്ണിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ വെള്ളത്തുള്ളികൾ വീണാൽ ചിലപ്പം മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ട്
നമ്മൾ വളമൊക്കെ പുറത്ത് കാണും. പിന്നെ അത് അങ്ങനെയൊന്നും വരരുത് എന്നുള്ള രീതിയിലാണ് ഞാൻ കരിയില ഇട്ട് കൊടുക്കുന്നത്. കരിയില ഇട്ട് കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത്. എല്ലാ ചെടികളുടെ മരട്ടും കുറച്ച് കരിയില ഇട്ട് കൊടുക്കും. അത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും അങ്ങനെ ചെയ്യും. വെയിൽ സമയത്താണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കും, ചൂട് എന്നൊരു തണുപ്പ് കിട്ടട്ടെ എന്ന് കരുതിയിട്ട്. പിന്നെ മുളകിന് വരുന്ന ഒരു പ്രധാനപ്പെട്ട അസുഖം എന്ന് പറയുന്നത് വാട്ടരോഗമാണ്. വാട്ടരോഗത്തിന് നമ്മൾ ഇടയ്ക്ക് സൂഡോമോണസ് കലക്കി ഒഴിച്ച് കൊടുക്കുക. ഞാനിതുവരെ കൊടുത്തിട്ടില്ല, അപ്പോൾ ചെറിയ തൈകളല്ലേ ആയുള്ളൂ, അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും സംശയം വരാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കുരുടിപ്പാണ് വരിക. കുരുടിപ്പിന് ഞാൻ ഒരു മരുന്ന് കൊടുക്കാറുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക.